ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിയ ചെറിയ കുറച്ച് കർമൂസകളിട്ട് അപ്പോൾ നമുക്ക് അച്ചാറിടാം. ചെമ്മീൻ പൊടി ഇട്ടുകൊണ്ട് ഒരു അച്ചാറിടാൻ നോക്കാം. ഹലോ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കർമൂസകൾ ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതുകളാണ്, ചെറുതൊക്കെ ചെറുങ്ങനെ ചനപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ നോക്കാം. ഞാൻ അപ്പോൾ ഇത് ചെമ്മീൻ പൊടി ഇട്ട് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുമ്പോൾ. പക്ഷെ കേടൊന്നും വെന്ത് പോകുന്നില്ല, ഒരുപാട് നാൾ നിൽക്കുകയൊക്കെ ചെയ്യും, അന്തരീക്ഷമൊന്നും വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഗൈസ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, ഇത്രയും പൊടികളെടുത്ത് വെച്ച് നമുക്കത് ഉണ്ടാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. അതുകൂടെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി എന്നൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാല, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അച്ചാറും പൊടി, ഇതൊന്ന് മൂത്ത് വെച്ചിട്ടാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഒന്ന് ചെറുങ്ങനെ പൊടികളൊക്കെ ഒന്ന് ചെറുങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് അത് ഇതിലേക്ക് നമ്മൾ മുറുക്കി വെച്ച കർമൂസ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം. പീസ് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഷ്ണങ്ങളും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടെടുക്കാൻ കിട്ടാം. അപ്പോൾ ഏകദേശം ഉപ്പാണ് ഇതിൽ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ ടേസ്റ്റാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ പൊടി ഉണ്ടാക്കണ്ടേ, അതിന് ചെമ്മീൻ അത് വറുത്തെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വറുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്യാം. അത് ഇതിലേക്ക് ഒന്ന് ചെമ്മീൻ പച്ചക്കറി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണം ഇട്ടില്ല, മുറിച്ച് വെച്ചാൽ അതിങ്ങനെ വേവരുത്, ഒരു ഹാഫ് വേവിൽ എടുക്കാം. ചെറുങ്ങനത് ഒരു ഹാഫ് വേവിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വിനാഗിരി വെച്ചുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ വറുക്കാൻ വെച്ചാൽ അത് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചെമ്മീൻ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ഫ്ലേവറും കർമൂസൻ്റെ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ. പിന്നെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചുകൊണ്ട് എടുത്തേക്കാം. പെട്ടെന്ന് കേടൊന്നും പോകുന്നില്ല, ഒരുപാട് നാൾക്ക് നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്യും. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ പൊടി ഇട്ട് വെച്ച കർമൂസ അച്ചാർ നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ഫ്ലേവറും കർമൂസൻ്റെ കാറ്റ് മിക്സ് ആയിട്ടൊരു ഫ്ലേവറാണ്. ഒരുപാട് നാൾ നിൽക്കും, കേടൊന്നും പോയി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി, കമൻറ്റിൽ അറിയിക്കോണ്ടി. എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.